വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ ശ്യാമയാണെങ്കിൽ തിരികെ സത്യഭാമയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് ശാലിനിയെ കാണാനായിട്ട് ശ്യാമ മുറിയിലേക്ക് ചെല്ലുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ കട്ടിലിരിക്കുകയാണ്. കയ്യിലിങ്ങനെ ആ ബാഗ് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്, കൈ അനങ്ങാതിരിക്കാനായിട്ട്. അന്നേരം അതിലേക്ക് ഇങ്ങനെ തൊട്ടിട്ട് പരിക്ക് ഒരുപാടുണ്ടോ കുഞ്ഞേച്ചി എന്നിങ്ങനെ ശ്യാമ ചോദിക്കുകയാണ്. അന്നേരം അതൊന്നുമില്ല, ഇത് കൈ അനങ്ങാതിരിക്കാനായിട്ട് സത്യാമ്മയുടെ നിർബന്ധമാണ്, അല്ലാതെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ ശാലിനി ഇങ്ങനെ സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ട്. ശ്യാമയെ അത് സങ്കടത്തോടെ ഇങ്ങനെ കേട്ടിരിക്കുകയാണ്. പഴയ ആ ഒരു ചേച്ചി അനിയത്തി എന്ന രീതിയിൽ തന്നെയാണ് ശ്യാമയും ശാലിനിയും ഒക്കെ സംസാരിക്കുന്നത്. അതിനുശേഷം കാണിക്കുന്നത് ശാലിനിയാണെങ്കിൽ ഇങ്ങനെ ഹാളിൽ ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാ കയ്യിൽ ബാഗൊന്നുമില്ല. ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനുപല്ലവിയാണെങ്കിൽ ഫോൺ ചെയ്യുന്നുണ്ട് കളക്ടറേറ്റിൽ നിന്ന്. അന്നേരം പരുത്തിക്കുന്ന് കോളനിയിലെ രേഖകളടങ്ങിയ ഫയൽ ഇവിടെ കാണുന്നില്ല മാഡം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശാലിനി ആ ദേഷ്യത്തോടെ എന്നും പറഞ്ഞിങ്ങനെ ചാടി ഇങ്ങോട്ട് എഴുന്നേൽക്കണം. പേപ്പർ പെട്ടെന്ന് ഇങ്ങനെ മേശപ്പുറത്തോട്ട് വെച്ചിട്ട്, അന്നേരം എന്ത് ഫൗളിഷ്നെസ് അനു ഈ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ശാലിനി ഇങ്ങനെ ഷൗട്ട് ചെയ്യുകയാണ്. അന്നേരം അനുപല്ലവി തിരിച്ചൊന്നും പറയാനാകാതെ ഇങ്ങനെ കുഴങ്ങി നിൽക്കുകയാണ്. അന്നേരം പറയുമായിരിക്കും ജോൺ എബ്രഹാമിന് താക്കോല് കൊടുത്തു എന്നുള്ളത്. അപ്പോൾ അയാൾ തന്നെയായിരിക്കും അതവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടാകുക എന്നുള്ളത് ശാലിനിക്ക് ബോധ്യപ്പെടും. ഇനി അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് വല്ലോ ഇനി കാഹളം കുമാരൻ്റെ കയ്യിലുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല. മിക്കവാറും ചിലപ്പോൾ എൻ്റെ ഒറിജിനലായിരിക്കാം ശാലിനിക്ക് കൈമാറിയതൊക്കെ. പിന്നെ ഇനി എങ്ങനെ ശാലിനി ആ നടപടികളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതൊക്കെയാണ്. അതിനുശേഷം കാണിക്കുന്നത് രാത്രി ശിവനാണെങ്കിൽ ഡെയ്സിയെ കാണാനായിട്ട് അവിടെ യോഹന്നാൻ്റെ വീട്ടിലെത്തുന്നുണ്ട്. അന്നേരം ജനൽ കൂടി എന്നിട്ട് ഇങ്ങനെ ഡെയ്സിയെ വിളിക്കുകയാണ്, പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അന്നേരം നിന്നെ വിളിച്ചിറക്കി കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്, എന്നെ പ്രേമിച്ചു എന്നതിൻ്റെ പേരിൽ നീ ഇവിടെ വീട്ടുതടങ്കലിൽ കഴിയേണ്ട ആവശ്യമൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം കൊണ്ടുപോകാം എന്നിങ്ങനെ പറഞ്ഞ് ശിവൻ നിൽക്കുകയാണ്. ഡെയ്സിക്ക് ആകെ സന്തോഷമാവുന്നുണ്ട്. ശിവനാണെങ്കിൽ ഡെയ്സി ഇങ്ങനെ എൻ്റെ നെഞ്ചിലിങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ആ ഒരു സന്തോഷത്തിൽ അവരങ്ങനെ നിൽക്കുകയാണ്. ഇത്രയും 2-3 സീനാണ് കാണിക്കുന്നത്. അപ്പോൾ മിക്കവാറും ഇനി ആൻ്റണിയോ യോഹന്നാനോ ഒക്കെ കണ്ടുവരുമോ, വീണ്ടും ഡെയ്സി അകത്തേക്ക് കൊണ്ടുപോകുമോ, അതോ ഇനി ശിവൻ കൂടെ കൊണ്ടുപോകുമോ ഇല്ലയോ എന്നുള്ളതൊന്നും കാണിക്കുന്നില്ല. പിന്നീട് ആ വിഷ്ണുവിൻ്റെ ആ ഒരു സീനും വന്നിട്ടില്ല. ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ ആയിരിക്കും. മിക്കവാറും അതൊരു സ്വപ്നം തന്നെ ആവാനാണ്, അല്ലെങ്കിൽ വിഷ്ണു പറ്റിക്കുന്നതൊക്കെ ആവാനാണ് സാധ്യത. എന്താണെന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു.